ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 67-ാമത്തെ ശ്ലോകം നോക്കാം. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണിത്. ഭക്തിസ്സു തൗ തൗ തരുണൗ ഗൃഹീത്വാ പ്രേമൈകരൂപാ സഹസാ വിരാസീത് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാനി മുഹുർവദന്തി. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയ ഈ സപ്താഹശ്രവണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭാഗവത ധർമ്മത്തിൻ്റെ മഹത്വമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അവിടെ സൂതൻ പറഞ്ഞു, ആ സമയത്ത് അവിടെ ഒരു ആശ്ചര്യം, ഒരു അത്ഭുതമുണ്ടായി എന്ന് പറഞ്ഞു. അതെന്താണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭക്തി, അതായത് ആ ഭക്തി ദേവി സുതൗ, ആ പുത്രന്മാർ, ഇവിടെ സുതൗ എന്ന് പറയുമ്പോൾ രണ്ടുപേരെ ഉദ്ദേശിച്ചാണ് ഇവിടെ സുതൗ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാർ, ആ ഭക്തിദേവി ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാർ, പിന്നെ തൗ തരുണൗ ഗൃഹീത്വ, തൗ എന്ന് പറഞ്ഞാൽ ആ രണ്ട് പുത്രന്മാർ, ജ്ഞാനവും വൈരാഗ്യവുമാകുന്ന രണ്ട് പുത്രന്മാർ, തരുണൗ ഗ്രഹീത്വ, തരുണൗ എന്ന് പറഞ്ഞാൽ ആ ഒരു താരുണ്യം, ആ ഒരു യൗവനാവസ്ഥ, ഗ്രഹീത്വ പ്രാപിച്ചു, പ്രേമൈകരൂപ സഹസാ വിരാസീത്. പ്രേമൈകരൂപ എന്ന് പറഞ്ഞാൽ പ്രേമസ്വരൂപത്തോടു കൂടി. ഇവിടെ ആ പ്രേമഭക്തിയെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ രണ്ട് യുവാക്കന്മാരായ പുത്രന്മാർ, അതായത് യൗവനം തിരിച്ചു കിട്ടിയ ആ രണ്ട് പുത്രന്മാർക്ക് ഭക്തിദേവിയും ആ രണ്ട് പുത്രന്മാരും കൂടി സഹസാവിരാസീത്, സഹസാ ആവിരാസീത്, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സഹസാവിരാസീത്. സഹസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ആവിരാസീത് പ്രത്യക്ഷപ്പെട്ടു ആ വേദിയിൽ. നോക്കൂ, ഇവിടെ ഭാഗവത ധർമ്മത്തെക്കുറിച്ചും ഭഗവാന്റെ ഈ ഭാഗവത സപ്താഹ ശ്രവണത്തിൻ്റെ മഹത്വവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വേദിയിലേക്ക് പെട്ടെന്ന് ഈ നാരദ മഹർഷി ഏതൊരു ഭക്തിദേവിയുടെ പുത്രന്മാരെ രക്ഷിക്കുന്നതിനു വേണ്ടി, മൃതപ്രായമായി കിടന്നിരുന്ന ഏതൊരു പുത്രന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ഇത്രയും ദൂരം താണ്ടി ഇവിടേക്ക് എത്തിയത്, ഈ സനൽകുമാരാദി മഹർഷിമാരോട് തിരക്കിയത്, എന്താണ് ഇതിനൊരു ഉപായമെന്ന് അന്വേഷിച്ചത്, അതേ ഭക്തിദേവി, അതേ രണ്ട് പുത്രന്മാർ, പക്ഷെ ഇപ്പോൾ രൂപവും ഭാവവും ഒക്കെ മാറിയിരിക്കുന്നു. ആ ഭഗവാന്റെ മഹത്വം, ഭഗവത് കഥകളുടെ ആ ഒരു പ്രഭാവം ഇവിടെ പറഞ്ഞപ്പോഴേക്കും അത് കേൾക്കാൻ വരാതെ ഇരിക്കാൻ ഭക്തിദേവിക്കും പുത്രന്മാർക്കും കഴിഞ്ഞില്ല. പറയുന്നതാകട്ടെ സാക്ഷാൽ സനൽകുമാരാദി മഹർഷിമാർ. അങ്ങനെ സനൽകുമാരാദി മഹർഷിമാർ പറയുന്ന വേദിയിലിരിക്കുന്നവരാകട്ടെ ഭഗവാന്റെ ഭക്തന്മാരും. എല്ലാ ഭഗവാന്റെ ആ ഒരു ദിവ്യദർശനത്തിന് ഏതെല്ലാം തരത്തിലുള്ള യോഗ സാധനകളുണ്ടല്ലോ അതെല്ലാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന മഹാശ്രേഷ്ഠന്മാരായിട്ടുള്ള മുനിമാർ, ബാക്കിയുള്ളവരുമൊക്കെയും അതുപോലെ തന്നെ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവരുടെ വേദിയിൽ ആ ഭഗവത് കഥകൾ പറയുമ്പോൾ ഭക്തിദേവിക്ക് എങ്ങനെയാണ് മാറിയിരിക്കാൻ കഴിയുക? തന്നെയല്ല, ആ ഭക്തിദേവിയുടെ രണ്ട് പുത്രന്മാരും അപ്പോൾ താനെ യൗവനത്തെ പ്രാപിച്ചു. കാരണം അത്രമാത്രം ഭക്തി നിർഭരമായ ഒരു വേദിയായിരുന്നു അത്. ആ ഒരു സഭയിലേക്ക് ഭക്തിദേവി തൻ്റെ യൗവനം തിരിച്ചു കിട്ടിയ തൻ്റെ രണ്ട് പുത്രന്മാരുമായിട്ട് ദാ കയറി വരുന്നു. അത്യത്ഭുതമെന്നേ പറയണ്ടു. വന്നത് എങ്ങനെയാ? ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാനി മുഹുർവദന്തി. ഇങ്ങനെയാ വന്നത്. ശ്രീകൃഷ്ണ, ഹേ കൃഷ്ണ, പിന്നെയോ ഗോവിന്ദ, ഹേ ഗോവിന്ദ, ഹരേ മുരാരേ, ഹേ ഹരേ, ഹേ മുരാരേ, ഇങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, പിന്നെയോ നാഥേതി നാമാനി, നാഥ ഇതി, ഹേ നാഥ, എല്ലാവർക്കും നാഥനായിട്ടുള്ള, അല്ലേ, ഈ ജഗത്തിന് മുഴുവൻ നാഥനായിട്ടുള്ളത് ആ ഭഗവാൻ ഒരാളാണ്, അല്ലേ. നമുക്ക് ഇനിയും രുക്മിണി സ്വയംവരത്തിൻ്റെ ഇതൊക്കെ വരും. രുക്മിണി ദേവി
ആ ബ്രാഹ്മണൻ്റെ കയ്യിൽ എഴുത്തു കൊടുത്തു വിടുമ്പോൾ, ഒരു സന്ദേശം കൊടുത്തു വിടുമ്പോൾ അവിടെ ഭഗവാനെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ജഗതേകപതേ. ഈ ജഗത്തിനു മുഴുവൻ ഒരൊറ്റ പതിയായിട്ടുള്ള ഒരു പതിയേ ഉള്ളൂ, ഒരൊറ്റ നാഥനേയുള്ളൂ ജഗത്തിനു മുഴുവൻ, അങ്ങനെയുള്ളവനെ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹേ നാഥ, ഞങ്ങൾക്ക് നാഥനായിട്ടുള്ള, ലോകത്തിന് തന്നെ നാഥനായിട്ടുള്ളത് ആ ഭഗവാനാണ്. അപ്പോൾ പറയാണ് ഹേ നാഥ, ഇങ്ങനെ നാഥേതി ഇതി എന്നിങ്ങനെ നാമാനി നാമങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് മുഹുർവദന്തി, അതായത് മുഹു വദന്തി, അങ്ങനെ വീണ്ടും അവിടെ ഉച്ചത്തിൽ ആലപിച്ചുകൊണ്ട്, അതായത് ഒരു തവണയല്ല, അത് തന്നെ അങ്ങനെ വായിലറിയാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ നാമങ്ങൾ. വീണ്ടും വീണ്ടും അത് തന്നെ ഉച്ചത്തിൽ ആലപിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ട്, ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ദാ ഭക്തിദേവി തൻ്റെ 2 യൗവനം തിരിച്ചു കിട്ടിയ പുത്രന്മാരോടൊപ്പം ആ സഭയിൽ ദാ പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് സൂതൻ പറഞ്ഞ ആ അത്യത്ഭുതകരമായ കാര്യം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭക്തിസ്സു തൗ തൗ തരുണൗ ഗൃഹീത്വാ പ്രേമൈകരൂപാ സഹസാ വിരാസീത് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാനി മുഹുർവദന്തി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്തി എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു വിസർഗമുണ്ട്, അത് ശ്രദ്ധിച്ചു വായിക്കുക. അതുപോലെ സഹസാവിരാസീത്, സഹസ ആവിരാസീതാണ്, ആകാരം നന്നായി നീട്ടിയെടുക്കുക. പിന്നെ ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്ത നമുക്ക് 68ാമത്തെ ശ്ലോകം നോക്കാം. താം ചാഗതാം ഭാഗവതാർത്ഥഭൂഷാം സുചാരുവേഷാം ദദൃശു സദസ്യാ കഥം പ്രവിഷ്ടാ കഥമാഗതേയം മധ്യേ മുനീനാമിതി തർക്കയന്തഃ. ഇപ്പോൾ ഇത് കണ്ട ഈ ഭക്തിദേവിയുടെയും പുത്രന്മാരുടെയും ഈ ഒരു പ്രത്യക്ഷപ്പെടൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ കണ്ടപ്പോൾ ആ സഭയിലുണ്ടായിരുന്നവരുടെ ഒരു വിചാരമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താം ചാഗതാം, താം എന്ന് പറഞ്ഞാൽ ആ ഭക്തിദേവിയെ, ചാഗതാം, ച ആഗതാമാണ് ചാഗതാം, അവിടേക്ക് എത്തിച്ചേർന്ന ആ ഭക്തിദേവിയെ ഭാഗവതാർത്ഥഭൂഷാം, ഈ ഭഗവത് ഭക്തന്മാർക്ക് ശരിയായ ഭൂഷം എന്ന് പറഞ്ഞാൽ അലങ്കാരമായിരിക്കുന്ന, ഭൂഷണമായിരിക്കുന്ന സുചാരുവേഷാം ദദൃശു സദസ്യ, സുചാരുവേഷാം, ചാരു എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള, അപ്പോൾ സുചാരു എന്ന് പറഞ്ഞാൽ വളരെയേറെ മനോഹരമായിട്ടുള്ള വേഷം, വേഷത്തോടു കൂടിയ, ദദൃശു സദസ്യ, ദദൃശു എന്ന് പറഞ്ഞാൽ കണ്ടു, ആര്? സദസ്യാം, ആ സദസ്സിലിരുന്നവരെല്ലാം, സദസ്യരെല്ലാം കണ്ടു. എങ്ങനെയാണ് ഭക്തിദേവിയെ കണ്ടതെന്നാണ് ആദ്യത്തെ ആ ഒരു ശ്ലോകം പറയുന്നത്. ഭാഗവതന്മാർക്ക് അലങ്കാരമായിരിക്കുന്ന, ഭഗവത് ഭക്തർക്ക് അലങ്കാരമായിരിക്കുന്നത് എന്താണ്? ഭക്തിയാണ്. അപ്പോൾ ആ ഭക്തി എങ്ങനെയാണ് വന്നത്? നന്നായി നല്ല മനോഹരമായ വസ്ത്രങ്ങൾ ഒക്കെ അണിഞ്ഞ ആ ഭക്തിദേവിയെ അവിടെ കണ്ടപ്പോൾ കഥം പ്രവിഷ്ട കഥമാഗതേയം, കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ, പ്രവിഷ്ട പ്രവേശിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന മുനിമാർക്കും ബാക്കിയുള്ള സദസ്യർക്കെല്ലാവർക്കും അതിശയമായി, എങ്ങനെയാണ് ഈ ഭക്തിദേവി അവിടെ പ്രവേശിച്ചത്? കഥമാഗതേയം, കഥം ആഗതേയം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നുണ്ട് അവിടെ. കഥമാഗതേയം, കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ, ആഗതേയം എത്തിച്ചേർന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടെ പ്രവേശിച്ചത്? എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്? കാരണം ഇതിനു മുൻപ് നമ്മൾ കണ്ടിരുന്നു, അവിടെ ആ വൃന്ദാവനത്തിൽ അവിടെ തൻ്റെ ക്ഷീണിതരായ പുത്രന്മാരുടെ അടുത്ത് വിലപിച്ചുകൊണ്ടിരുന്ന ഭക്തിദേവിയാണ് കണ്ടതെങ്കിൽ, ഇപ്പോൾ ദാ ഇവിടെ എത്രയോ കാതം പിന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചത്? മധ്യേ മുനീനാമിതി തർക്കയന്തഃ, മധ്യേ എന്ന് പറഞ്ഞാൽ നടുവിൽ, മധ്യത്തിൽ, മുനീനാം
മുനീനാം ഇതി എന്ന് പറഞ്ഞാൽ മുനീനാം ഇതിയാണ്. മുനീനാം മുനിമാരുടെ മധ്യത്തിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത്, എങ്ങനെയാണ് ഇവിടേക്ക് പ്രവേശിച്ചത്? ഇതി തർക്കയന്തഹ, ഇതി ഇപ്രകാരം തർക്കയന്തഹ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഭക്തിദേവി ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്, എങ്ങനെയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്, എങ്ങനെയാണ് ഇതിനുള്ളിൽ പ്രവേശിച്ചത്, തന്നെയല്ല ഈ മുനിമാരുടെ നടുവിലായിട്ട് എങ്ങനെ എത്തിച്ചേർന്നു. അപ്പോൾ നോക്കൂ, ഭക്തി അതിന് ഏറ്റവും ഏതൊരു സസ്യവും അതിന് ഫലഭൂയിഷ്ടമായ ഒരു മണ്ണിൽ വളരെ ശക്തമായി പെട്ടെന്ന് മുളയ്ക്കുന്നത് പോലെ ഇവിടെ പലതരത്തിലുള്ള ഒരുപാട് സദസ്യർ നിറഞ്ഞിരുന്ന ഒരു വേദിയിൽ ഭക്തിദേവി എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്? മുനിമാരുടെ നടുവിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അവിടെ കാരണം അവർക്ക് ഭക്തി എന്ന് പറയുന്നത് ആ പ്രേമസ്വരൂപനെങ്കിൽ ഒന്നും ആഗ്രഹിക്കാതെ തോന്നുന്ന ഒരു പ്രേമമാണ്. അതുകൊണ്ട് തന്നെ ആ ശരിയായ ഭക്തി അതാണ്. നമുക്ക് എന്തെങ്കിലും വേണമെന്ന് കരുതി ഭഗവാനെ ഭജിക്കുന്നതിലോ ഭഗവാനെ സേവ ചെയ്യുന്നതോ അല്ല ഭക്തി. ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാന്റെ നിശ്ചയം എന്തായാലും അതുപോലെ നടക്കട്ടെ എന്ന ഒരു ഉറപ്പോടുകൂടി ആ ഭഗവത് പാദങ്ങളെ ആശ്രയിക്കുന്നതാണ്. സദാ ഭഗവത് നാമങ്ങളെ ഉരുവിടുക, ഭഗവത് സേവ ചെയ്യുന്നതെല്ലാം ഭഗവാനെ അവിടുത്തെ പ്രീതിക്ക് ആയിക്കൊണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്, അതാണ് ശരിയായ ഭക്തി. ആ ഭക്തി നന്നായിട്ടുള്ളത്, അതായത് അവർക്ക് പ്രത്യേകിച്ചൊരു കാമേച്ഛയില്ലാതെ യാതൊന്നും വേണമെന്നൊരാഗ്രഹമില്ലാതെയാണ് മുനിമാരൊക്കെയും ഭഗവാനെ സേവ ചെയ്യുന്നത്. നമ്മളെപ്പോലെയുള്ള ലൗകികർക്കൊക്കെ പലപ്പോഴും നമ്മുടെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ഉപകരണമായി പലപ്പോഴും ഭക്തിയെ ചിത്രീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കാണാറുണ്ട്. പക്ഷേ ഭക്തി എന്ന് പറയുന്നത് ഒന്നും ആഗ്രഹിക്കാതെ, കാരണം എന്താഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മളിലേക്ക് വന്നു ചേരേണ്ടത് ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കും. അത് നല്ല അനുഭവങ്ങളാണെങ്കിലും മോശം അനുഭവങ്ങളാണെങ്കിലും, കാരണം ഇതൊക്കെ നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ തന്നെ കർമ്മ പ്രാരബ്ധങ്ങൾക്കനുസരിച്ചാണ്. അത് നന്നായി അറിയുന്ന ഭഗവാന് കണക്കുകൾ തെറ്റില്ല. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഭഗവാനോട് എന്തിനാണ് നമ്മൾ എന്തെങ്കിലും വേണമെന്ന് അപേക്ഷിക്കുന്നത്? അപേക്ഷിച്ചാൽ തന്നെയും അത് നമുക്ക് വിധിച്ചിട്ടില്ല എങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരില്ല. നമ്മൾ അപേക്ഷിച്ചില്ലെങ്കിലും അത് വിധിച്ചതാണെങ്കിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പോൾ വേണ്ടത് ആ ഭഗവാനോട് ഒന്നും പറയേണ്ട, എല്ലാം അറിയുന്ന ഭഗവാനോട് നമ്മൾ എന്തിനാണ് പറയുന്നത്? അപ്പോൾ എല്ലാം അറിയുന്ന ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ യാതൊരു ആഗ്രഹങ്ങളും കൂടാതെ, ആവശ്യങ്ങൾ കൂടാതെ ഭഗവാനെ അവിടുത്തെ സേവ ചെയ്യാൻ, അവിടുത്തെ പാദങ്ങളെ സ്മരിക്കാൻ, പ്രേമസ്വരൂപനെ എന്നുമെന്നും ഭഗവാനെ കാണുവാനുള്ള, ഈ സ്വരൂപത്തെ ഒന്ന് കാണുവാനുള്ള മഹാഭാഗ്യം എന്നും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ സേവ ചെയ്യുക, അതാണ് ഏറ്റവും ഉത്തമമായ ഭക്തി. ആ ഭക്തി വേണ്ടുവോളം ഉള്ളത് എവിടെയാണ്? മുനിമാരുടെ നടുവിലാണ്. അവരെല്ലാം ത്യജിച്ചവരാണ്. അവർക്ക് ഈ ലൗകികമായ യാതൊന്നിനോടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളുമില്ല. ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ദുഃഖങ്ങളുമില്ല. അപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം മുനിമാരുടെ നടുവിലാണ്. അവിടെയാണ് ഭക്തിദേവി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ? ആ പ്രേമസ്വരൂപത്തോടു കൂടി, കാരണം അവരുടെ അലങ്കാരം തന്നെ ശരിയായ ഉത്തമ ഭക്തരുടെ ശരിയായ അലങ്കാരം, അല്ലെങ്കിൽ ശരിയായ ഈശ്വര വിശ്വാസികളുടെ, ഭഗവത് ഭക്തരുടെ ഏറ്റവും വലിയ അലങ്കാരം ഭക്തി തന്നെയാണ്. ആ ഭക്തിക്ക് വരുന്ന നിർവചനത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും ഈ ഭക്തിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഭക്തിദേവിക്ക് കൃത്യമായിട്ട് അറിയാം എവിടെയാണ് താൻ പ്രത്യക്ഷപ്പെടേണ്ടത്, അവിടെയാണ് താൻ പെട്ടെന്ന് തന്നെ പുഷ്ടിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് മുനിമാരുടെ നടുവിൽ തന്നെ വന്ന് ഈ ഭക്തിദേവി തൻ്റെ യൗവനയുക്തരായ പുത്രരോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഈ മുനിമാർക്കിടയിൽ പക്ഷേ ആകെ ഒരു സന്ദേഹത്തിനിട വരുത്തിയത്, എങ്ങനെ ഇവിടെ വന്നു? ആരും കണ്ടില്ലല്ലോ അങ്ങനെ കവാടത്തിലൂടെ കയറി വരുന്നതോ ഒന്നും. എങ്ങനെ ഇതിനുള്ളിൽ പ്രവേശിച്ചു? എങ്ങനെ ഇത്ര കാലം താണ്ടി ഇവിടെ വരെ എത്തിച്ചേർന്നു ഇത്ര പെട്ടെന്ന്? ആര് പറഞ്ഞറിഞ്ഞു ഇവിടെ ഇങ്ങനെയൊരു സദസ്സ് നടക്കുന്നുണ്ടെന്ന്, ഇങ്ങനെയൊരു ഭഗവത് വിചാരം നടക്കുന്നുണ്ടെന്ന്? ഇങ്ങനെ മുനിമാർക്കിടയിൽ ആകെയൊരു ചിന്താക്കുഴപ്പം
ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളേറെ അങ്ങനെ അവരുടെ നടുവിൽ നിലനിന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താം ചാഗതാം ഭാഗവതാർത്ഥഭൂഷാം സുചാരുവേഷാം ദദൃശുഃ സദസ്യാഃ കഥം പ്രവിഷ്ടാ കഥമാഗതേയം മധ്യേ മുനീനാമിതി തർക്കയന്തഃ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദദൃശുഃ സദസ്യാഃ, അവിടെ രണ്ടിടത്തും വിസർഗമുണ്ട്. സദസ്യാഃ, അവിടെ ദീർഘവുമുണ്ട്. വായിക്കുമ്പോൾ പകുതി ഹകാരത്തിൽ വായിക്കാനും കൂടി ശ്രമിക്കുക. അതുപോലെ കഥം പ്രവിഷ്ട കഥമാഗതേയം, അവിടെ കഥം ആഗതേയമാണ്. മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക, ദീർഘം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്ത മധ്യേ മുനീനാം ഇതി തർക്കയന്തഃ, മുനീനാം ഇതിയാണ്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 69-ാമത്തെ ശ്ലോകം. ഊജുഃ കുമാരാ വചനം തദാനീം കഥാർത്ഥതോ നിഷ്പതിതാധുനേയം ഏവം ഗിരസ്സാ സസുതാ നിശമ്യ സനത്കുമാരം നിജഗാദ നമ്രാം. ഇവിടെ ഇങ്ങനെ മുനിമാർക്കിടയിൽ ആ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്ന സമയത്ത് അതിനുള്ള ഉത്തരം പറയുന്നത് ശ്രീ സനൽകുമാരാദി മഹർഷിമാരാണ്. അവർ പറയുകയാണ്, ഊജു കുമാര വചനം തദാനീം. ഊജു പറഞ്ഞു, കുമാര എന്ന് പറഞ്ഞാൽ സനൽകുമാരാദി മഹർഷിമാർ വചനം ഇപ്രകാരമുള്ള വാക്കുകളെ പറഞ്ഞു. തദാനീം എന്ന് പറഞ്ഞാൽ അപ്പോൾ. ഈ മഹർഷിമാർക്കിടയിൽ ഇങ്ങനെയൊരു ആശയക്കുഴപ്പം നിന്നിരുന്ന സമയത്ത് സനൽകുമാരാദി മഹർഷിമാർ ഇപ്രകാരം പറഞ്ഞു. കഥാർത്ഥതോ നിഷ്പതിതാധുനേയം. കഥാർത്ഥതോ എന്ന് പറഞ്ഞാൽ ഈ കഥയെ കേൾക്കുന്നതിന് വേണ്ടി, ശ്രീമദ് ഭാഗവത കഥയെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നിഷ്പതിതാധുനേയം, നിഷ്പതിത അധുന ഇയം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് നിഷ്പതിതാധുനേയം. നിഷ്പതിത എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു, ഇയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഇവിടെ, ഇയം എന്ന് പറഞ്ഞാൽ ഇവിടെ, അധുന, നിഷ്പതിത അധുന ഇയം, നിഷ്പതിത എത്തിച്ചേർന്നു, അധുന ഇപ്പോൾ, ഇയം എന്ന് പറഞ്ഞാൽ ഇവിടെ, ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. ഈ ഭക്തിദേവി തൻ്റെ പുത്രന്മാരോടൊപ്പം ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ശ്രീമദ് ഭാഗവത കഥയെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ കഥ എവിടെ പറഞ്ഞാലും ഭക്തിദേവിക്കും പുത്രന്മാർക്കും അവിടെ വരാതിരിക്കാൻ കഴിയുകയില്ല. കാരണം ജ്ഞാനവൈരാഗ്യ ഭക്തിയുടെ ഉത്തമ വിളഭൂമിയാണ് ഭാഗവത കഥകൾ പറയുന്നിടം. ആ ഭാഗവത കഥ പറയുന്നിടത്ത് അതിലൂടെ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്, ശരിയായ ജ്ഞാനം ലഭിക്കുന്നുണ്ട്. അതേപോലെ ഈ അറിവ് കിട്ടിക്കഴിയുമ്പോൾ നമ്മളിൽ നിന്നും വേണ്ടാത്തതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വൈരാഗ്യമൊക്കെ നമ്മളിൽ താനേ വന്നു ചേരും. ഇതിന് മേമ്പൊടിയായി വേണ്ടതാകട്ടെ ഭക്തിയാണ്. ആ ഭക്തി എവിടെയാണുള്ളത്? ഭഗവാന്റെ കഥകൾ പറയുന്നിടത്താണ്. ആ ഭഗവാന്റെ കഥകൾ ഭക്തിയോടുകൂടി പറയുന്നിടത്ത് അത് കേൾക്കാൻ കഴിയുന്നത് തന്നെ ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് പുഷ്ടി നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗവത കഥ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്തിദേവി പുത്രന്മാരോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞതാരാ? സാക്ഷാൽ സനൽകുമാരാദി മഹർഷിമാർ. ഏവം ഗിര സാ സസുതാ നിശമ്യ. ഏവം ഗിര, ഏവം ഇപ്രകാരം, ഗിര പറഞ്ഞപ്പോൾ, പറയുന്ന കേട്ടപ്പോൾ, സാ ആ ഭക്തിദേവി, സസുത തൻ്റെ പുത്രന്മാരോടുകൂടി, നിശമ്യ, നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്, ഇപ്രകാരമൊക്കെ പറയുന്ന ഈ വാക്കുകളെയെല്ലാം, സനൽകുമാരാദി മഹർഷിമാരുടെ വാക്കുകളെ കേട്ടിട്ട്, സനത്കുമാരം നിജഗാദ നമ്ര. സനത്കുമാരം, ആ സനൽകുമാരാദി മഹർഷിമാരെ നിജഗാദ നമ്ര. നിജഗാദ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന്. തിരിച്ച് ഭക്തിദേവി എന്താ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? നമ്ര, ആദ്യം ഒന്ന് നമസ്കരിച്ചു. ആ സനൽകുമാരാദി മഹർഷിമാരെ ഒന്ന് നമസ്കരിച്ചിട്ട് ഇപ്രകാരം ഭക്തിദേവി പറഞ്ഞു. അപ്പോൾ ഭക്തിദേവിക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇങ്ങനെയൊരു
സന്ദേഹം ഈ മുനിമാർക്കിടയിലുണ്ടെന്ന്. പക്ഷേ അത് ഭക്തിദേവി ഉത്തരം കൊടുക്കുന്നതിന് മുൻപ് തന്നെ സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞു, ഭക്തിദേവിക്ക് അവിടെ എത്തിച്ചേരാതെ ഇരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ പറയുന്നത് ഭഗവാന്റെ കഥകളാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഭക്തിദേവി. അപ്പോൾ ഭഗവാൻ ഇരിക്കുന്നിടത്ത്, ഭഗവാന്റെ കഥകൾ പറയുന്നിടത്ത് ഭക്തിദേവി താനേ വന്നു ചേരും. തന്നെയല്ല, ഭഗവാന്റെ കഥകൾ ഉള്ളിടത്താണ് ശരിയായ ജ്ഞാനം ലഭിക്കുന്നത്, ശരിയായ വൈരാഗ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജ്ഞാനവൈരാഗ്യങ്ങൾക്കും അവിടെ നിന്നും വിട്ടു നിൽക്കാനാവില്ല. അതുകൊണ്ട് ഈ ഭാഗവത കഥ പറയുന്നിടത്ത് അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്തിദേവി തൻ്റെ 2 പുത്രന്മാരുമായിട്ട് എത്തിച്ചേർന്നത്. അപ്പോൾ ഭാഗവത കഥ കേൾക്കണമെങ്കിൽ, ഭാഗവത കഥ പറയുന്നിടത്ത് ഒരിക്കലും ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ക്ഷയമുണ്ടാവുകയില്ല, ക്ഷീണമുണ്ടാവുകയില്ല. ആ വേദിയിൽ എത്തിച്ചേർന്നാൽ അവർ താനെ യൗവനത്തെ പ്രാപിക്കും. ഇവിടെ നടന്നത് ഒരു അത്ഭുതമല്ല. കാരണം ഇതും ഭഗവാന്റെ മായയാണ്, ഭഗവാന്റെ ലീലയാണ്. ഭഗവാന്റെ കഥ പറയുന്നിടത്തും കേൾക്കുന്നിടത്തുമൊക്കെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ അങ്ങനെ പൂത്തുലഞ്ഞു തന്നെ നിൽക്കും. അതിനെത്തിച്ചേർന്നതാണ് ഈ ഭക്തിദേവി എന്ന് സദസ്സിലിരുന്നവരോട് പറഞ്ഞപ്പോൾ ഭക്തിദേവി ഈ സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് നന്നായി ഒന്ന് നമസ്കരിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. ഇനി എന്താ പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകം മുതലുണ്ട്. നമുക്ക് ഈ ശ്ലോകം വായിക്കും. ഇനി ഒന്നുകൂടി നോക്കാം. ഊജു കുമാര വചനം തദാനീം കഥാർത്ഥതോ നിഷ്പതിതാധുനേയം ഏവം ഗിരഃ സാ സസുതാ നിശമ്യ സനത്കുമാരം നിജഗാദ നമ്രാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഊജു, അവിടെ വിസർഗമുണ്ട്. അതേപോലെ നിഷ്പതിതാധുനേയം, നിഷ്പതിത അധുനായം. അപ്പോൾ ആ അകാരം ശ്രദ്ധിച്ചെടുക്കുക. നിഷ്പതിതാധുനേയം. പിന്നെ ഏവം ഗിരഹ്, അവിടെ വിസർഗമുണ്ട്, ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 70ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.